ലോകത്തെ വൻശക്തിയായ അമേരിക്കയെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിരയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സുപ്രധാന പാതയിൽ ഇറാൻ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ തന്ത്രങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ്. യുദ്ധം അവസാനിപ്പിക്കാതെ യാതൊരുവിധ ചർച്ചകൾക്കുമില്ലെന്ന ഇറാന്റെ കർശന നിലപാട് ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സൈനിക നീക്കങ്ങൾ പിൻവലിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുമ്പോഴും അത് തങ്ങളുടെ വിജയമായിട്ടാണ് ഇറാൻ കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തിയ ഇറാന്റെ തീരുമാനം വെറും ഒരു സാമ്പത്തിക നീക്കമല്ല, മറിച്ച് ആഗോള സമുദ്രപാതയിൽ തങ്ങൾക്കുള്ള അധികാരം വിളംബരം ചെയ്യുക കൂടിയാണ്. അമേരിക്കൻ പടക്കപ്പലുകളുടെയും ഇസ്രായേൽ ചരക്ക് കപ്പലുകളുടെയും സഞ്ചാരം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴി തുറക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് വൻശക്തി രാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ ഇറാന് സാധിക്കുന്നുവെന്നത് ട്രംപിന്റെ വിദേശ നയത്തിന്റെ പരാജയമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ നിബന്ധനകൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വരുന്നത് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വാഷിംഗ്ടണിന്റെ സ്വാധീനം കുറയ്ക്കാൻ കാരണമാകും. ഹോർമൂസ് കടലിടുക്കിൽ പുതിയ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിലൂടെ പേർഷ്യൻ ഗൾഫിലെ ഏകപക്ഷീയമായ അധികാരം തങ്ങൾക്കാണെന്ന് ഇറാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഓരോ കപ്പലും തങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ഇറാന്റെ വാശി അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധത്തിന് തയ്യാറെടുത്തു വന്ന അമേരിക്കൻ സൈന്യത്തിന് ഇപ്പോൾ പിൻവാങ്ങേണ്ടി വരുന്നത് ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ എണ്ണ വിപണിയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് ഇപ്പോൾ സ്വന്തം കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടാൻ ഇറാന്റെ അനുമതി തേടേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളായ ഇസ്രായേലിലും സൗദിക്കും ഇറാന്റെ ഈ വളർച്ച വലിയ ആശങ്കയാണ് നൽകുന്നത്. സമാധാന ചർച്ചകൾക്ക് ഇറാൻ മുന്നോട്ട് വെച്ച കടുത്ത ഉപാധികൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കെണിയായി മാറിയിരിക്കുകയാണ്. ഒന്നുകിൽ യുദ്ധം നിർത്തി ഇറാന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുക, അല്ലായെങ്കിൽ ആഗോള എണ്ണ വിപണിയിലെ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്കയുടെ പിന്മാറ്റം മേഖലയിലെ മറ്റു ചെറിയ രാജ്യങ്ങളെ ഇറാന്റെ പക്ഷത്തെ കടുപ്പിക്കാൻ കാരണമായേക്കും. ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ സൈനിക ശക്തിയെ വെറും വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ട് ഇറാൻ തളച്ചിട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിലെ ഓരോ നീക്കവും ലോക സാമ്പത്തിക രംഗത്തെയും രാഷ്ട്രീയത്തെയും മാറ്റിമറിക്കും. ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ ഈ പോരാട്ടം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായി ചരിത്രം രേഖപ്പെടുത്തും എന്നതിൽ സംശയമില്ല. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിശ്ചയിക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ്.